സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വൃഷ്ടി പ്രദേശത്ത് അതിശക്ത മഴ തുടരുന്നതിനാൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടർ തുറക്കും. ഡാമിന്റെ 8 ഷട്ടറുകൾ കൂടി ഉയർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. വയനാട് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ നാളെ തുറക്കും. തീവ്ര മഴ പെയ്യുന്നതിനാൽ അതീവ ശ്രദ്ധ വേണമെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും KSEBയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ നമുക്കൊപ്പം ചേരുകയാണ്. മീര, എല്ലാ ജില്ലകളിലും മഴ അലേർട്ടുകൾ ഉണ്ട്. എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം, നിലവിലെ മഴയുടെ സ്ഥിതി, ഇനി എടുക്കേണ്ട മുൻകരുതൽ ഏതെല്ലാം വിധത്തിൽ? ബിനിൽ, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. നിലവിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ശക്തമായ മഴ തുടരുന്നത്. നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ നദികളിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികളിലൊക്കെയും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ കൂടി ഉയർത്തും എന്നുള്ളത് തന്നെയാണ്. നാളെ ബാണാസുര ഡാമിന്റെ ഷട്ടർ ഉയർത്തും. മാത്രമല്ല PC ഡാമിന്റെ ഷട്ടർ ഇതിനകം തന്നെ 4 ഇഞ്ചോളം ഉയർത്തിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉൾപ്പെടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴ തുടരുകയാണ്, ശക്തമായി തന്നെ തുടരുകയാണ്. മറ്റൊരു കാര്യം തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടേതുമാണ്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ കടൽക്ഷോഭത്തിനും കടലാക്രമണ സാധ്യതയും ഉള്ളതിനാൽ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ തീരദേശവാസികൾക്കൊക്കെയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് കൂടി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ KSEB ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ മുന്നോടി തന്നെയായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ രാത്രികാലങ്ങളിലും പുലർച്ചെയും ഉൾപ്പെടെ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തുക എന്നുള്ളത് തന്നെയാണ് KSEBയും പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകും, 5 ദിവസത്തേക്ക് കൂടി മഴ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നാളെ വടക്കൻ ജില്ലകളിൽ, പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കൂടി മഴ മുന്നറിയിപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിനിൽ.